നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. സാറിന്റെ ബർത്ത്ഡേ. കൊച്ചുകുട്ടിയാ സാറ്, കണ്ടില്ലേ വാശി. നിങ്ങൾക്ക് ഇങ്ങനെ പലതും തോന്നും. എനിക്ക് കുറച്ച് മനസ്സമാധാനം വേണം. ഒന്ന് പോകാവോ? കേക്ക് ഞാൻ ഇവിടെ വെക്കാം, ഇഷ്ടമുണ്ടെങ്കിൽ കഴിക്കാം. ദേവിക, ചന്ദ്ര ഇവിടെ വന്നിരുന്നു. ഇത്തവണ ഉറപ്പായിട്ടും ശരത്തിന് ജാമ്യം കിട്ടും എന്നാ പറയുന്നത്. അവർ പുതിയ ഏതൊരു വക്കീലിന് വക്കാലത്ത് ഏൽപ്പിക്കാൻ പോവാണത്രേ. അയാളാണത്രേ ഇനി കോടതി ഹാജരാകാൻ പോകുന്നത്. ഹാജരാവട്ടെ, നമുക്ക് നോക്കാം. അല്ലെങ്കിലും ജീവിത അവസാനം വരെ ജാമ്യം കിട്ടില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. നമുക്ക് പറയാനുള്ളത് നമ്മൾ നന്നായിട്ട് തന്നെ അവതരിപ്പിക്കും. ബാക്കി കോടതിയാ തീരുമാനിക്കേണ്ടത്. ജാമ്യം കിട്ടിയ ശരത്ത് പ്രശ്നം വല്ലതും ഉണ്ടാക്കോ? ദേവിക്ക് പേടിയുണ്ടോ? ഏയ്, എന്നെ കുറിച്ച് ഓർത്തിട്ടൊന്നുമല്ല, സിധുവിനെ കുറിച്ച് ഓർത്തിട്ടാ. എന്നെ വേദനിപ്പിക്കാന്നുള്ളത് മാത്രമാണല്ലോ ശരത്തിന്റെ ലക്ഷ്യം. അതിനുവേണ്ടി സിധുവിന് എന്തെങ്കിലും ചെയ്യുമെന്ന് എന്റെ പേടി. എന്റെ കാര്യം ഓർത്ത് ദേവിക്ക് പേടിക്കണ്ട. എന്നെ രക്ഷിക്കാൻ എനിക്കറിയാം. ജാമ്യം കിട്ടാതിരിക്കാൻ ഒരു വഴിയില്ലേ സിധു? കിട്ടിയാലിപ്പോ എന്താ? കേസ് തീർന്നൊന്നും അതിനർത്ഥമില്ലല്ലോ. ഉടൻ തന്നെ വിചാരണ തുടങ്ങാനുള്ള ഏർപ്പാട് ഞാൻ ചെയ്യിക്കും. ഇതിനിടയിൽ അച്ഛൻ എണീറ്റാ പിന്നെ ആ ഒറ്റയാളുടെ മൊഴി മതിയല്ലോ അവൻ എന്നേക്കുമായിട്ട് അകത്താകാൻ. ജാമ്യം കിട്ടിയതുകൊണ്ട് മാത്രം ഒരാളും രക്ഷപ്പെടുന്നില്ല ദേവികെ. ഒന്നാമത് കഠിനമായ വ്യവസ്ഥകളോടെയായിരിക്കും ജാമ്യം അനുവദിക്കുന്നത്. അത് നിർബന്ധമായിട്ടും പ്രതി പാലിക്കേണ്ടിയും വരും. പിന്നെ രണ്ടാമത് കേസിന്റെ അന്വേഷണം. കുറ്റപത്രം എത്രയും വേഗം സമർപ്പിച്ചാൽ അത്രയും വേഗം വിചാരണ തുടങ്ങാൻ പറ്റുമല്ലോ. ദേവിക ധൈര്യമായിട്ടിരിക്കുക. ജാമ്യം കിട്ടാതിരിക്കാൻ പരമാവധി നമ്മൾ ശ്രമിക്കും. എത്ര വലിയ വക്കീൽ വന്നാലും അത്ര എളുപ്പത്തിലൊന്നും അവനെ ജാമ്യത്തിൽ ഇറക്കിക്കൊണ്ട് പോകാൻ പറ്റില്ല. ഇത്രയൊക്കെ ആയിട്ടും അമ്മയും മുത്തശ്ശിയും അവന്റെ കൂടെ തന്നെയാ. അവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നാ അവരിപ്പോഴും വിശ്വസിക്കുന്നത്. അങ്ങനെ ചിന്തിക്കാൻ അവർക്ക് എങ്ങനെ കഴിയുന്നെന്നാ എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവാത്തത്. ഒരു ദിവസം സത്യം അവർക്ക് ബോധ്യപ്പെടും. അതിനെ അധിക ദിവസമൊന്നും കാത്തിരിക്കേണ്ടി വരില്ല. അധികം വൈകാതെ അമ്മയും മുത്തശ്ശിയും ശരത്തിനെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടും. അതുറപ്പാ. ഡോക്ടർ, താങ്ക് യു സോ മച്ച്. എന്തിന്? ഇങ്ങനൊരു ആഘോഷം എനിക്ക് തന്നതിന്. അതിന് ഞങ്ങൾ അങ്ങോട്ടല്ലേ നന്ദി പറയേണ്ടത്? വിശാല് ഞങ്ങൾക്കല്ലേ ആഘോഷം തന്നത്. അതുകൊണ്ടല്ല, നിങ്ങൾക്കത് വേണ്ടെന്ന് പറയായിരുന്നു. പക്ഷെ നിങ്ങളങ്ങനെ ചെയ്തില്ലല്ലോ. നിങ്ങൾക്കിത് വെറും ഒരു ആഘോഷമായിരിക്കും, പക്ഷെ എനിക്കങ്ങനല്ല. ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഓർത്തു വയ്ക്കാൻ കുറേ നല്ല മൊമെന്റ്സ് കിട്ടി. സത്യത്തിൽ ഓർമ്മകളാ ജീവിച്ചിരിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. അല്ലെങ്കിൽ എപ്പോഴേ ഞാനെല്ലാം അവസാനിപ്പിച്ചാനെ. എന്തിനെങ്ങനെ എല്ലാവർക്കും ബുദ്ധിമുട്ടായിട്ട് ജീവിക്കുന്നേ? ഈ നിരാശയാണ് വിശാലെ ആദ്യം മാറ്റേണ്ടത്.
ഒന്നും കഴിഞ്ഞിട്ടില്ലെന്ന് എന്തുകൊണ്ട് സ്വയം വിശ്വസിക്കാൻ വിശാലിന് പറ്റുന്നില്ല? ഡോക്ടറെ, ഡോക്ടർക്ക് നെഞ്ചിൽ കൈവച്ച് ആത്മാർത്ഥമായിട്ട് പറയാൻ പറ്റുമോ ഒന്നും കഴിഞ്ഞിട്ടില്ലെന്ന്? അത് എനിക്കറിയാൻ പറ്റില്ലെന്ന്. എന്നെ ഇഷ്ടപ്പെടുന്ന നിരഞ്ജൻ എന്ന സുഹൃത്തിന് മേ ബി അങ്ങനെ പറയാൻ പറ്റുമായിരിക്കും. അതിന് കാരണം എന്നോടുള്ള സ്നേഹമാണ്. ഞാൻ ജീവിച്ചിരിക്കണം എന്നുള്ള ആഗ്രഹമാണ്. പക്ഷെ നിരഞ്ജൻ എന്ന ഡോക്ടർക്ക് അങ്ങനൊരു നുണ പറയാൻ പറ്റില്ല. എന്റെ ആയുസിന് എത്ര കാലം ബാക്കിയുണ്ടെന്ന് എന്നേക്കാൾ നന്നായിട്ട് ഡോക്ടർ നിരഞ്ജൻ അറിയാം, അല്ലേ? എന്തിനാ വിശാലെ പിന്നെയും പിന്നെ അത് തന്നെ പറയുന്നത്? വിശാൽ എന്തിനാ ഇവിടെ വന്നത്? എല്ലാം മറന്ന് സന്തോഷത്തോടെ കഴിയാനല്ലേ?